ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് സ്വിസ് സഞ്ചാരി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു കടന്നപ്പോൾ ഞങ്ങളുടെ വഴികാട്ടി നോബർട്ട് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പോലീസ് സർവീസിൽ നിന്ന് വിരമിച്ച ആളാണെങ്കിലും ക്ഷമാശീലനും സ്നേഹസമ്പന്നനും സർവോപരി ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന മാതിരി അതീവ ശ്രദ്ധയോടെയാണ് ഞങ്ങളെ 10 ദിനം കൊണ്ടു നടന്നത്. ഒരു ഗൈഡിനു വേണ്ട വാക്ചാതുര്യം, സ്ഥലങ്ങളെക്കുറിച്ചുള്ള അഗാധമായ അറിവ്, അതിനു പുറമെ ഇംഗ്ലീഷും ജർമ്മനും അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. ബസിന്റെ സാരഥി ക്രിസിന് അല്പം പ്രായമുണ്ടെങ്കിലും സരസനും ശാന്തനുമായിരുന്നു. പെട്ടിയെല്ലാം ബസിന്റെ പള്ളയിലാക്കി ആഫ്രിക്കൻ കരയിലൂടെയുള്ള ഞങ്ങളുടെ കന്നിയാത്ര ആരംഭിച്ചു. യോഹാനസ് പട്ടണ ഓരത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര കടന്നുപോകുന്നത്. മണ്ടേലയുടെ ഭവനം സന്ദർശിക്കലാണ് ഞങ്ങളുടെ ആദ്യ പരിപാടി. സമയക്കുറവ് മൂലം യോഹാനസ് പട്ടണത്തിലേക്ക് ഞങ്ങൾ കടന്നതേയില്ല. 2.5 മണിക്കൂറിൽ അധികം സമയം വേണം മണ്ടേലയുടെ മ്യൂസിയം സന്ദർശിക്കാൻ എന്ന് പറഞ്ഞ് അവിടെയും കയറിയില്ല. ഓടുന്ന ബസ്സിലിരുന്ന് ഒരു മിന്നായം പോലെ മ്യൂസിയം കണ്ടു. ബസ് അല്പം ദൂരം കൂടി മുന്നോട്ടോടി മണ്ടേലയുടെ വീടിന് മുന്നിൽ ഞങ്ങളെ ഇറക്കി. കളവും പിടിച്ചുപറിയും മോഷണവും ധാരാളമുള്ള സ്ഥലമാണ്, സൂക്ഷിക്കണം, കൂട്ടം തെറ്റാതെ സഞ്ചരിക്കണം എന്ന മുന്നറിയിപ്പ് ഗൈഡ് മുന്നേ തന്നിരുന്നു. തെരുവിൽ നാടോടികൾ ആട്ടവും പാട്ടും സർക്കസുമൊക്കെയായി തകർക്കുന്നുണ്ട്. പലരും പിരിവ് ചോദിച്ച് ഞങ്ങളുടെ അടുത്തെത്തി. കൂട്ടുകാരൊക്കെ വീടിനുള്ളിലേക്ക് കയറി. അല്പം ഭയമുള്ളതുകൊണ്ട് തെരുവ് പരിപാടി ഷൂട്ട് ചെയ്യൽ നിർത്തി വേഗം മണ്ടേലയുടെ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് ഞാനും കയറി. തൃക്കണിക്ക് വച്ചത് തന്നെ കാക്ക കൊത്തിയ പോലെയായി. അവിടെ വീഡിയോ അനുവദിക്കില്ല, ഫോട്ടോസ് മാത്രം എടുക്കാം. നിറത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവസാനമില്ലാത്ത വിവേചനങ്ങൾ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തവരുടെ പല പല കൂട്ടങ്ങൾ. കാലമെത്ര മാറിയിട്ടും ലോകമെത്ര മുന്നോട്ടു നടന്നിട്ടും മാറ്റി നിർത്തലുകൾക്ക് ലോകത്ത് കുറവൊന്നുമില്ല. വിവേചനമെന്നും സ്വാതന്ത്ര്യമെന്നും പോരാട്ടമെന്നും കേൾക്കുമ്പോഴൊക്കെ ഉള്ളിലേക്ക് വന്നു കയറുന്നൊരു പേരുണ്ട്: നെൽസൺ മണ്ടേല. കറുത്ത മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച നേതാവ്. കറുത്തവരുടെ വേദനകളെ ഹൃദയത്തിലേക്കെടുത്ത് പടനയിച്ച മണ്ടേലയ്ക്ക് തിരികെ കിട്ടിയതോ ജയിൽവാസവും. 1, 2, 3 27 വർഷം നീണ്ട ജയിൽവാസം. 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ബാഷി നദിയുടെ തീരത്തുള്ള വെസോ ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേലയുടെ ജനനം. അച്ഛന്റെ പേര് ഹെൻറി മണ്ടേല, അമ്മ നോസ്കേനി ഫാനി. റോവില്ലായ എന്നായിരുന്നു മണ്ടേലയുടെ ബാല്യകാലത്തെ പേര്. ഹൊസ വിഭാഗത്തിലെ ഗോത്രാധികാരം വഹിച്ചിരുന്ന തെമ്പ് ഗോത്രത്തിൽ പിറന്ന മണ്ടേലയുടെ കുടുംബ പേര് മാഡിബ. ആദ്യമായി സ്കൂളിലെത്തുന്ന ആഫ്രിക്കക്കാരന് ഒരു ഇംഗ്ലീഷ് പേര് നൽകുന്ന രീതി അവിടെ നിലനിന്നിരുന്നു. അങ്ങനെ സ്കൂൾ അധികാരികൾ നൽകിയ പേരാണ് നെൽസൺ. 1947 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ യുവ വിഭാഗത്തിന്റെ തലവൻ. 1951 ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ദേശീയ പ്രസിഡന്റ്. നിരന്തര പോരാട്ടത്തിന്റെ വർഷങ്ങൾ. അതിനിടെ സർക്കാരിനെതിരെ സായുധാക്രമണം ആസൂത്രണം ചെയ്തെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 5 വർഷത്തെ തടവിന് ആദ്യ വിധി. ജയിൽ ജീവിതത്തിനിടയിൽ തന്നെ 1964 ജൂൺ 12 രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ജയിൽ പുള്ളിയുടെ നമ്പർ 466/64. ഇടുങ്ങിയ ഒരു മുറി, തറയിൽ കിടക്കണം. നീണ്ടു നിവർന്ന് കിടക്കാൻ പോലും കഴിയാത്ത കുടുസുമുറിയിൽ ആണ്ടുകൾ നീണ്ട ജീവിതം. 1990 ഫെബ്രുവരി 11 റോബൺ ജയിലിന്റെ വാതിൽ മലർക്കെ തുറന്നു. സമയം വൈകിട്ട് 3 മണി. കറുത്ത വർഗക്കാരന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരാടിയ ഒരു മനുഷ്യൻ ജയിലിൽ നിന്ന് തന്റെ ഭാര്യയുടെ കൈപിടിച്ച് പുറത്തിറങ്ങി. നീണ്ട 27 വർഷത്തെ തടവിനു ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ചു. ആ രംഗം ചിത്രീകരിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ദൃശ്യമാധ്യമ പ്രവർത്തകർ തിരക്കി. ആ മനുഷ്യനെയും വഹിച്ചുള്ള കാർ കേപ്പ് ടൗണിലെ സ്വീകരണ സ്ഥലത്തേക്ക് കുതിച്ചു. ആരായിരുന്നു ആ മനുഷ്യൻ? ഗാന്ധിജിയുടെ ആത്മത്യാഗവും ചെഗുവേരയുടെ ഒളിപ്പോരാട്ടങ്ങളും നെഹ്റുവിന്റെ തന്ത്രജ്ഞതയും എബ്രഹാം ലിങ്കന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും ഉൾച്ചേർന്നൊരു വ്യക്തി. അതായിരുന്നു നെൽസൺ മണ്ടേല.
1993 നെൽസൺ മണ്ടേലയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചു. അന്നത്തെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഡി ക്ലെർക്കിനൊപ്പമാണ് സമാധാനത്തിനുള്ള ഈ പുരസ്കാരം ലഭിച്ചത്. വർണ്ണവിവേചനം അവസാനിപ്പിക്കുന്നതിനും ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനും ഇരുവരും വഹിച്ച നേതൃത്വപരമായ പങ്കിനെ അംഗീകരിച്ചാണ് നോബൽ സമ്മാനം നൽകിയത്. ദക്ഷിണാഫ്രിക്കയുടെ മോചക നായകനെ നമ്മുടെ ഭാരതവും രാഷ്ട്രത്തിന്റെ ഉന്നത പുരസ്കാരമായ ഭാരതരത്ന നൽകി ആദരിച്ചു. 1979 നെഹ്റു അവാർഡും ഇന്ത്യ മണ്ടേലയ്ക്ക് നൽകിയിട്ടുണ്ട്. 1994 മെയ് 10 മണ്ടേല പ്രസിഡന്റ് പദവിയിലെത്തി. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പ്രസിഡന്റായി. പ്രിട്ടോറിയയിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങൾ, സംഘടനകൾ എന്നിവയെ പ്രതിനിധാനം ചെയ്ത് 4000-ലധികം ആളുകളെത്തി. ലോകമെങ്ങുമുള്ള ടെലിവിഷൻ ചാനലുകൾ ആ ചരിത്ര മുഹൂർത്തം തത്സമയം സംപ്രേഷണം ചെയ്തു. സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീണ്ട നടത്തം അഥവാ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതും ചരിത്രം പിറന്ന ആ ആണ്ടിൽ തന്നെയാണ്. മണ്ടേലയുടെ സ്വഭാവത്തെ നിർവചിക്കുന്ന ലാളിത്യവും ആധികാരികതയും പ്രകടമാക്കുന്ന എളിമയുള്ളതും എന്നാൽ സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുന്നതുമായ ഒരു വസതിയാണ് യോഹാനസ്ബർഗിലെ ഹൗട്ടണിലുള്ള വീട്. മണ്ടേലയുടെ റോബൻ ഐലൻഡ് ജയിൽ നമ്പറിന്റെ പ്രതീകമായ 466/54 എന്ന ചിഹ്നത്താൽ അലങ്കരിച്ച കറുത്ത ഗേറ്റ് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. അകത്ത് മുറികളിൽ മണ്ടേലയുടെ പ്രിയപ്പെട്ട ചാരുകസേരയും എഴുത്തുമേശയും കട്ടിലും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിന്റെയും ദിനചര്യകളുടെയും നേർക്കാഴ്ചകൾ നൽകുന്നു. ആക്ടിവിസ്റ്റ് മുതൽ പ്രസിഡന്റ് വരെയുള്ള മണ്ടേലയുടെ ശ്രദ്ധേയമായ ജീവിതയാത്ര രേഖപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ പ്രധാന നിമിഷങ്ങൾ എടുത്തു കാണിക്കുന്നു. മണ്ടേലയുടെ ആഗോള സ്വാധീനത്തിനും പാരമ്പര്യത്തിനും അടിവരയിടുന്ന ലോക നേതാക്കളിൽ നിന്നും ആരാധകരിൽ നിന്നുമുള്ള സമ്മാനങ്ങളുടെയും ആദരാഞ്ജലികളുടെയും ഒരു ശേഖരം തന്നെ ഈ വീട്ടിലുണ്ട്. മൊത്തത്തിൽ മണ്ടേലയുടെ വീട് വെറുമൊരു മ്യൂസിയം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ഥായിയായ പാരമ്പര്യത്തിന്റെയും ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്കിന്റെയും തെളിവാണ് ഈ വീട്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 2013 ഡിസംബർ 5 95 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇത്രമേൽ ലോകത്തിന് പ്രചോദനമായ നേതാക്കൾ അത്യപൂർവം. ഒരു ജനതയുടെ ഹൃദയത്തിൽ തൊട്ട, ആ ജനതയുടെ വേദനകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരേ ഒരു നെൽസൺ മണ്ടേല. ഉജ്ജ്വലമായ ആ ഓർമ്മകൾക്കും മനുഷ്യരോടുള്ള കാരുണ്യം നിറയുന്ന ആ ചിരിക്കും ലോകമുള്ളിടത്തോളം കാലം മരണമില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.